ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊച്ചിക്കോയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പേര് കൊച്ചിക്കോയ എന്നാണെങ്കിലും ഇതൊരു കൊച്ചിക്കാരുടെ വിഭവമല്ല. ഇത് കോഴിക്കോട് താമരശ്ശേരി ഭാഗത്തുള്ള ആൾക്കാരുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണിത്. അപ്പോൾ കൊച്ചിക്കോയ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ അവലൊന്ന് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നല്ലപോലെ ചൂടായി ഒന്ന് വറുത്തെടുത്ത ഈ ഒരു അവല് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഏകദേശം 1 കിലോ പൂവമ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. നല്ലപോലെ പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. പഴുക്കാത്ത പഴം അല്ലെങ്കിൽ ചെറിയൊരു കാറപ്പുള്ള പഴം നമ്മളിതിന് എടുക്കരുത്. അപ്പോൾ പൂവമ്പഴം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഞാലിപ്പൂവൻ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴം തോലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്നും ഉടച്ചെടുക്കരുത്. എന്തെങ്കിലും നല്ല കനമുള്ള ഞാനിപ്പോൾ ഇതുപോലെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ പഴം നല്ലപോലെ പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു കാർപ്പുണ്ടാവും ആ ഒരു റെസിപ്പിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണിത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു പഴം നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുക. നമ്മൾ പൊട്ടറ്റോ മാഷർ ഉണ്ടല്ലോ, അത് വെച്ച് ഉടച്ചാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഞ്ചിയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരാണ്. അതും ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഇഞ്ചി നീരും ചെറുനാരങ്ങ നീരൊക്കെ ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചെറുനാരങ്ങയും ഇഞ്ചിയൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല പുളി കൂടുമോ അല്ലെങ്കിൽ ആ ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ വരും, ഒന്നില്ല, എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നും മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരുപാട് മധുരത്തിൽ ഇത് ഉണ്ടാക്കരുത്, എന്നാൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര മാത്രം ഇട്ടാൽ മതി, അതല്ലെങ്കിൽ പഞ്ചസാര മാത്രം ഇട്ടാലും മതി. പക്ഷേ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. ഒരു 10 മുതൽ 15 വരെ ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് പൊട്ടറ്റോ മാഷർ വെച്ചിട്ടാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ പശുവിൻ പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പശുവിൻ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മധുരമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുമല്ലോ, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ അവസാനമായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ടേസ്റ്റ് നല്ലപോലെ ബാലൻസ് ആയി കിട്ടും. ഉപ്പ് രസമൊന്നും ഉണ്ടാവില്ല നമ്മൾ കഴിക്കുമ്പോൾ, വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിക്കോയ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് സെർവ് ചെയ്യുന്നതിനും അത് കഴിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അവല് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒരുപാട് നമ്മളിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സെർവ് ചെയ്യണം. കാരണം നമ്മളത് ഒഴിച്ച് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ആവിലിൻ്റെ ഒരു ക്രിസ്പിനെസ് പോകും. അത് പോകുന്നേക്കാളും മുന്നേ തന്നെ നമ്മൾ നല്ല പോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.